നാട്ടികയിൽ 5 പേരുടെ മരണത്തിനിടയാക്കിയ ലോറി അപകടത്തിലെ പ്രതികളായ ഡ്രൈവറെയും ക്ലീനറെയും കോടതി റിമാൻഡ് ചെയ്തു. മദ്യലഹരിയിൽ വരുത്തിയ ദുരന്തമെന്ന് റിമാൻഡ് റിപ്പോർട്ട്. നാട്ടിക നാഷണൽ ഹൈവേ 66-ൽ JK സിനിമാസിന് സമീപം ചൊവ്വാഴ്ച പുലർച്ചെയുണ്ടായ വാഹനാപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനും അന്തിമോപചാരം അർപ്പിച്ചു. മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരുന്ന മെഡിക്കൽ കോളേജ് താലൂക്ക് ആശുപത്രി മോർച്ചറികളിൽ മന്ത്രിയും ജില്ലാ കളക്ടറും നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ഇൻക്വസ്റ്റ് നടപടികൾക്കും മറ്റ് നടപടികൾക്കും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. അപകടത്തിൽ പരിക്കേറ്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നവരെയും മന്ത്രിയും ജില്ലാ കളക്ടറും സന്ദർശിച്ചു. മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശമനുസരിച്ചാണ് മന്ത്രി MB രാജേഷ് തൃശൂരിലെത്തിയത്. വാഹനാപകടത്തിൽ പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലെ മുതലമട വില്ലേജിൽ മീൻകര ഡാമിന് സമീപം ചമ്മണാംതോട് നിവാസികളായ 5 പേരാണ് മരണപ്പെട്ടത്. 6 പേർ ചികിത്സയിലാണ്. കാളിയപ്പൻ 50 വയസ്സ്, നാഗമ്മ 39 വയസ്സ്, ബംഗാരി 20 വയസ്സ്, ജീവൻ 4 വയസ്സ്, വിശ്വ 1 വയസ്സ് എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജാൻസി, ചിത്ര, ദേവേന്ദ്രൻ എന്നിവരും പരിക്കേറ്റ ശിവാനി, വിജയ്, രമേശ് എന്നിവരും തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്.